സീക്വൽ ഹൈപ്പ് പ്ലസ് ബ്രാൻഡ് ഡയറക്ടർ ഇത് രണ്ടിനും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലെന്ന് ഇപ്പം എല്ലാവർക്കും സിനിമ ഓഡിയൻസിനും മനസ്സിലായിട്ടുണ്ട്. സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നൊരു സംഭവം അതാണ് അൾട്ടിമേറ്റ്. അത് ഈ പടത്തിനില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോഴേ ഇപ്പോഴേ വന്ന് കൊണയടിക്കരുത്. തിയേറ്റർ ബുക്കിംഗ് ഇനി മെജോറിറ്റി ഓപ്പൺ ആകാൻ പോകുന്നതേ ഓപ്പൺ ആകാൻ നേരത്ത് തകർക്കും ഒരു തകർക്കലും ഇല്ല. ഇപ്പം കണ്ടിരിക്കുന്നതാണ് ഈ പടത്തിൻ്റെ മാക്സിമം. അത്രേ ഉള്ളൂ. സ്റ്റാർ വാല്യൂ അത് ഇല്ല, അത് മിസ്സിങ് ആണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ല എൻ്റെ ജില്ലയാണ്. ഒരുപാട് തിയേറ്ററിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ തിയേറ്ററാണെന്ന്. സീതാസ്, പാരഡൈസ്, ഹരിപ്പാട് ആശീർവാദ്, റെയ്ബാൻ സിനി ഹൗസ്, SB കായംകുളം, സ്വാതി സ്ക്രീൻസ്, കറ്റാനംഗാനം, SN ഹരിപ്പാട്. ഇനി ബാക്കി ഡിസ്ട്രിക്റ്റിലേക്ക് പോയി നോക്കുവാണെങ്കിൽ പാൻ സിനിമാസിൻ്റെ 2 തിയേറ്റേഴ്സ്. അപ്പം മെജോറിറ്റി ആലപ്പുഴയിൽ ഈ പടം റിലീസാകാൻ പോകുന്ന എല്ലാ തിയേറ്ററിലും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കി തിയേറ്ററുകളിൽ ദുരന്തർ പാർട്ട് 2 ദ റിവഞ്ച് ആണ് റിലീസാകുന്നത്. ഇത്രയും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടും എഴഞ്ഞ് നീങ്ങുന്നു. ഒരു 10K പെർ ഹവറൊക്കെ ബുക്ക് മൈ ഷോയിൽ പോകുമെന്ന് പ്രതീക്ഷിച്ച പടത്തിൻ്റെ അവസ്ഥയാണ് ഞാനീ പറയണത്. ഇതിൽ സ്റ്റാർ വാല്യൂവിൻ്റെ പ്രശ്നമില്ലേ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഉറപ്പായിട്ടും ഉണ്ട്. കാര്യം ആട് ഫസ്റ്റിലും ആട് 2ലും നമ്മൾ ഷാജി പാപ്പാനായിട്ട് കണ്ടത് ലാലേട്ടനെ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതായിരിക്കും ആട് 3 വരാൻ നേരത്ത് സംഭവിക്കുന്ന. ഹവർലി പ്രീസെയിൽസ് ഒക്കെ ചുമ്മാ ഇങ്ങനെ കത്തിച്ചേനെ. 15-20K ഒക്കെ വെച്ച് ഹവർലി പോയേനെ. ഇവിടെ ഇപ്പോൾ പോകുന്നത് 1, 2, 3 ഇതുവരെ കയറിയിട്ടില്ല കേട്ടാ. എഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലെ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് മൂവിയുടെ അവസ്ഥ, മോളിവുഡിൻ്റെ അവസ്ഥ. ഇനി ഇതിന് ഏറ്റവും വലിയൊരു കടമ്പ, ഈ കടമ്പയൊക്കെ ഓവർകം ചെയ്ത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അടിച്ചാലും ബോക്സ് ഓഫീസിൽ കത്താൻ ഒരു വൻ കടമ്പ കടക്കേണ്ടിയിരിക്കുന്നു. ആ കടമ്പയുടെ പേര് ദുരന്തർ പാർട്ട് 2 ദ റിവഞ്ച് എന്ന് പറയുന്ന സിനിമയാണ്. ആ കടമ്പ കടന്നാൽ മാത്രമേ മോളിവുഡിലെ എൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ വെച്ച് മൂന്നാമത്തെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി വാരുന്ന സിനിമയായിട്ട് ആട് 3 മാറിയേനെ. ലോകയ്ക്കും നമ്മുടെ തുടരുമിനും ശേഷം അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ വലിയ കടമ്പ കടക്കേണ്ടിയിരിക്കുന്നു. കടമ്പ എന്നൊക്കെ പറയുന്ന നേരത്ത് നിങ്ങളിപ്പോഴേ വന്ന് പറയും മോളിവുഡ് സിനിമയാണ്, കേരള ബോക്സ് ഓഫീസാണ്, ലാലേട്ടനല്ല തെറ്റിപ്പോയി, ആട് 3 ആണ്, ഷാജി പാപ്പാനാണ്. ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ഓളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വികാരമാണ്. BGM, സോങ്സ്, മ്യൂസിക്, സ്റ്റോറി ലൈൻ, ഒരു സാധനത്തിന് പുറകെ ഇങ്ങനെ ഓടുന്നത്. കമ്മട്ടം, അതുപോലെ നീലക്കൊടുവേലി, ഇതിനകത്ത് ടൈം മെഷീൻ ആയിരിക്കും. അപ്പം അതൊക്കെ എല്ലാം ശരിയാണ്. പക്ഷേ പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ ഈ കടമ്പ കടന്നേ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെ പറയുമ്പോൾ വീണ്ടും വന്ന് പറയരുത്. ഷാജി പാപ്പൻ പറയുന്ന മറ്റേ ഡയലോഗ് ഉണ്ടല്ല, ചത്തുപോയ നിന്റെ ചേട്ടൻ ലൂസിഫർ മാത്തനല്ല, അവൻ്റെ അപ്പൻ ചെകുത്താൻ ലാസറാ, അവൻ വന്നാലും പാപ്പനും പിള്ളേരും കപ്പും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്ന ഡയലോഗ് ഒന്നും വന്ന് പറയരുത്. അതൊന്നും ഏക്കത്തില്ല. സോ ദുരന്തർ അതിന് കേരളത്തിൽ എന്തെങ്കിലും റോളുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. റോളുണ്ടേ, നല്ല റോളുണ്ട്. ഫാക്ട് അടിസ്ഥാനത്തിൽ തന്നെ പറയാം. ഹലോ സിനിഫയൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ആട് 3യും ദുരന്തർ പാർട്ട് 2വും 2 സിനിമയ്ക്കും പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ പാപ്പൻ തന്നെ കപ്പ് തൂക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കും. അതിന് കാരണം ദുരന്തർ എന്ന് പറയുന്നത് ബോളിവുഡിന് കിട്ടിയേക്കുന്ന ഒരു ബാഹുബലിയാണ്. ബാഹുബലി എന്ന് പറയുമ്പോൾ ബോളിവുഡിൽ ഒരുപാട് സീക്വൽസ് റിലീസാകുന്നുണ്ട്. നമുക്കറിയാം സീക്വൽസിൻ്റെ ചവർ പോലത്തെ ബഹളമാണ് അവിടെ. പക്ഷേ ലോകം മുഴുവൻ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബോളിവുഡ് സീക്വൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിച്ചേക്കുന്നത് ദുരന്തർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. ആ സിനിമ സംഭവിച്ചത് കൊണ്ട് തന്നെ പാർട്ട് 2 ഇവിടെ കേരളത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാര്യം ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ മിസ്സാക്കി OTT വന്നതിന് ശേഷം ഇത് കാണണമായിരുന്നു, തിയേറ്ററിൽ പോയല്ലോ എൻ്റെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിൻ്റെ ബഹളമായിരുന്നു. ആ ബഹളം കൊണ്ട് തന്നെ പറയുവാണ് സെക്കൻഡ് പാർട്ടിന് വൻ പ്രതീക്ഷ തിയേറ്ററിലുണ്ട്. ഇനി കേരള ബോക്സ് ഓഫീസിലേക്ക് വരാൻ നേരത്ത് ഇവിടെ ബോളിവുഡ് സിനിമകൾക്ക് വലിയ മാർക്കറ്റൊന്നുമില്ല. സത്യം പറയാല്ല, ഒരു മാർക്കറ്റും ഇല്ല ഇവിടെ. ഇവിടുത്തെ മാക്സിമം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു 10 കോടിയാണ്. അത് അടിച്ചേക്കുന്നത് വളരെ കുറച്ച് ബോളിവുഡ് സിനിമകൾ മാത്രം. അതിൽ കുറേ നാളെ റെക്കോർഡ് ഹോൾഡ് ചെയ്തത് ദങ്കലാണ്. 10 കോടിയാണ് അടിച്ചത്. പിന്നെ SRK ഇങ്ങനെ ഒരു തിരിച്ചുവരവിലൂടെ വന്ന് 14 വന്ന് 13 കോടി രൂപ കളക്ട് ചെയ്തു. അതിനുശേഷം പുള്ളി തന്നെ വീണ്ടും വന്ന് ആ റെക്കോർഡ് തിരുത്തി കുറിച്ചു. 13.5 കോടി ജവാൻ അറ്റ്ലീ കോംബോയിൽ വന്നിട്ട് തിരുത്തി കുറിച്ചു. ഇപ്പം ജവാനാണ് നിലവിൽ. ഇനി ബോളിവുഡിൽ പോയി ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ അടിച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോയാണ്. 12 കോടി നോർത്ത് ഇന്ത്യയിൽ പോയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ സിനിമകളുടെ അവിടുത്തെ മാർക്കറ്റും അവിടുത്തെ സിനിമകളുടെ ഇവിടുത്തെ മാർക്കറ്റും സെയിമാണ്. ഇനി ദുരന്തറിലേക്ക് വരാം. ദുരന്തർ പാർട്ട് 1 ഇവിടെ വലിയ ഓളമൊന്നും ഉണ്ടാക്കിയില്ല തിയേറ്ററിൽ. ആ ഓളം ഉണ്ടാക്കാൻ പറ്റാതെ പോയത് ലിമിറ്റഡ് റിലീസായിരുന്നു. ഇപ്പോൾ ആലപ്പുഴ തന്നെ 1-2 തിയേറ്ററിലാണ് ഈ സിനിമ റിലീസായത്. കുറച്ച് ദിവസം ഇട്ട് ഓടിച്ച് വരും. കാര്യം ഹൈപ്പ് നല്ല രീതിയിൽ ഇങ്ങനെ കയറി വന്നതുകൊണ്ട് കുറേ ദിവസം ഓടിച്ച് ഒരു ലോങ് റണ്ണ് കിട്ടി. 40 ദിവസം കൊണ്ട് 8 കോടി കളക്ട് ചെയ്യുകയും ചെയ്ത്.
പക്ഷേ ദുരന്തർ പാർട്ട് 2ലേക്ക് വരുമ്പോൾ കഥ മൊത്തം മാറിയാണ്, സീൻ മൊത്തം മാറിയാണ്. കാര്യം പാർട്ട് 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ട് ഫസ്റ്റ് കണ്ട് പ്രാന്തായി കേരളത്തിലെ ഒരു ഭൂരിപക്ഷം ജനത പാർട്ട് 2 കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പാർട്ട് 2ന് ഫസ്റ്റിനില്ലാത്ത ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഡബ്ഡ് വേർഷൻ കൂടി റിലീസാവുന്നുണ്ട്. മലയാളം ഡബ്ഡ് വേർഷൻ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മനസ്സിലായി കിടിലം ക്വാളിറ്റിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടി ഇവിടെ ക്ലിക്കായി പോസിറ്റീവ് റെസ്പോൺസ് ദുരന്തറിന് വരികയാണെങ്കിൽ മിനിമം എഴുതി വെച്ചോ, മിനിമം 40 കോടി കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ദുരന്തർ കൊണ്ടുപോയിരിക്കും. അത് മിനിമമാണ്, മാക്സിമം എവിടെ വരെ വേണേലും പോകാം കേട്ടോ. ഇന്ത്യയിൽ നിന്ന് വേൾഡ് വൈഡ് 2000 കോടിക്ക് മുകളിൽ ലക്ഷ്യം വെച്ചിറക്കുന്ന പടമാണ്. നിസ്സാരനായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. ആട് 3ക്ക് ഹെവി കോമ്പറ്റീഷൻ കൊടുക്കും. ആട് 3 ഫുൾ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ദുരന്തറിൻ്റെ കൂടെ കേരള ബോക്സ് ഓഫീസിൽ പോലും ആടിന് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മറ്റേ ഡയലോഗ് ഇല്ലണ്ടല്ലോ, ചെകുത്താൻ ലാസർ അല്ല അവൻ്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പനും പിള്ളേരും കപ്പും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്ന ഡയലോഗ് ദുരന്തറിൻ്റെ അടിക്ക് ചിലവാകും എന്നെനിക്ക് തോന്നുന്നില്ല. നീ ഒരു മലയാള സിനിമ പ്രേമി അല്ല, മലയാളിയല്ലേ, മലയാള സിനിമയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചാലും ഇതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ആ റിയാലിറ്റി നമ്മൾ അംഗീകരിക്കുക. എന്തായാലും ദുരന്തർ നിങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, ആട് 3 നിങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, ഏത് സിനിമ കാണാനാണ് കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നത്, ഏത് സിനിമയാണ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.